ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഓണമായിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം പോകുന്ന വീട്ടിൽ ഊണെല്ലാം കഴിഞ്ഞ് സദ്യയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നോക്കി നടന്നില്ലെങ്കിൽ തലയും കുത്തി താഴെ കിടക്കും കേട്ടോ. അതുകൊണ്ടാണ് പയ്യെ നോക്കി നടക്കുന്നത്. മഴ പെയ്ത ഇറക്കം നല്ല പായൽ പിടിച്ചിരിക്കും കേട്ടോ. നോക്കി നടന്നില്ലെങ്കിൽ എപ്പോൾ വീണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതാ ഞങ്ങളത് സാഹസികമായി റോഡിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നടക്കണം വണ്ടീൻ്റെ അടുത്തോട്ട്. ഇതാ ഫുഡൊക്കെ കഴിച്ച് നല്ല വയറൊക്കെ ടൈറ്റായിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ നടന്ന് കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ആട്ടോ പോകുന്നത്. ഞാനും ഏട്ടനും ചേച്ചിയും പപ്പയും അമ്മയും പിള്ളേരും ഒക്കെ കൂടെ കാറ് കയറി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴക്കാറ് മൂടി. ഇന്നത്തെ രാവിലത്തെ കാലാവസ്ഥ കണ്ടപ്പോൾ വിചാരിച്ച് മഴയൊന്നും പെയ്യില്ലായിരിക്കും, വൈകുന്നേരം വരെ വെയിലായിരിക്കും കേട്ടോ. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം പോകണം അവരുടെ വീട്ടിലോട്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങി. കാർമേഘമൊക്കെ മൂടി തുടങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചും കൂടെ പോയാൽ വീടെത്തി. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വീട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പപ്പയുടെ ചേട്ടൻ്റെ മോൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ ഇങ്ങോട്ട് കയറി. അപ്പോഴേക്കും അവിടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പൂക്കളം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ വന്നിനി പോകാൻ നേരത്തെ പൂക്കളത്തിൻ്റെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ അവന്മാരും പൂക്കളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് കയറിയിരിക്കാനൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. എന്താ കയറിയപ്പോൾ തന്നെ വീഡിയോ ഞാൻ ഫോണും പിടിച്ച് വരുന്നുണ്ടാവും തന്നെ ചേച്ചി ഒന്ന് ഫോക്കസ് ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അവിടെ ഇരുന്നതാണ് ടിൻഡു ചേച്ചി കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ കയറി വന്നവിടെ ഞങ്ങൾക്ക് പായസമൊക്കെ തന്ന്. നല്ല പായസമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസത്തിന്. അപ്പോൾ ചെറുപയറുപരിപ്പിൻ്റെ പായസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പായസം എല്ലാം കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഞാൻ പയ്യെ പായസം കുടിക്കുന്നത് എന്താണെന്ന് നോക്കണ്ടോ. ഡ്രസ്സിൽ വീണാൽ പണി കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കി പായസം കുടിക്കുന്നത്. അങ്ങനെ അവന്മാർ കയറി. അവൻ്റെ അടോണുണ്ടോ 2 പിള്ളേരുണ്ട്. അവരെ വണ്ടികളൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി. അപ്പോൾ മുറ്റത്ത് നല്ല മഴക്കാറ് മൂടിയിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ പൂക്കളത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ. വൈകുന്നേരം ആയപ്പോൾ തന്നെ അവന്മാർ അതിലോട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ പൂക്കളത്തിൻ്റെ അവസ്ഥ ഈ കോലമായിട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞങ്ങളിതാ വീട്ടിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ബൈ.